ഹലോ. നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയേട്ടാ. നമ്മുടെ ചേട്ടയുടെ റോഡ് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇടയിലാണ് ഒടിഞ്ഞു പോയത്. എന്നെ സംഭവിച്ചാൽ നമുക്ക് അറിയാമില്ല. അപ്പോൾ നമുക്ക് ചേട്ടാക്ക് പുതിയൊരു റോഡ് മേടിക്കണം. ഇപ്പോൾ നമ്മൾ റോഡ് മേടിക്കാൻ പോകട്ടോ. ഈ റോഡ് വരുന്നത് ഷിമാനോയുടെ റോഡാട്ടോ. സോളാറാണ് അതിൻ്റെ പേര്. ഈ റോഡ് യൂസ് ചെയ്യുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എന്ത് പറ്റിയാലും കറക്റ്റ് അറിയാമില്ല. ഇതുപോലെ വേറെ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ അറിയാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മൾ റോഡ് മേടിക്കായിട്ട് കടയിലെത്തിയിട്ടാ. ഇത് കാണുമ്പോൾ നമ്മൾ വൈകുന്നേരം എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ. നമ്മുടെ ഏജൻ ഫിഷിംഗ് ടാക്സ് എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കട കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മളങ്ങനെ റോഡൊക്കെ സെലക്ട് ചെയ്ത് ഒക്കുമ്പോൾ റോഡായിട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ റോഡൊക്കെ എടുത്ത് ചേട്ടാ ഒരു ഫ്രോഗ് കൊടുത്തു കേട്ടോ. പെക്സോടെ ഒരു ഫ്രോഗ് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് കാസ്റ്റിംഗ് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ചേട്ടയുടെ പുതിയ ചൂണ്ട. ഒക്കുമയുടെ റോഡും ഷിമാനോയുടെ റീലും. നമ്മൾ കുറേ നേരം അവിടെ കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. നമുക്ക് വേറെ മീനൊന്നും സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ അവിടെ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്. വേറെ മീനൊക്കെ ചാടി ഇപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ മോട്ടർ അടിക്കുമ്പോഴേക്കും ആ വെള്ളത്തിൻ്റെ പുറത്ത് നിന്ന് ഇപ്പുറത്തെ വെള്ളത്തിലോട്ട് ചാടാൻ നോക്കണം. അപ്പോൾ ഈ മീനൊക്കെ മേളിൽ കിടക്കും. നമ്മൾ ആ മീനെ പെറുക്കി എടുക്കട്ടെ. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വരാലിലൊക്കെ ഫീഡ് കൊടുക്കാമല്ലോ. നമ്മൾ അമ്മമാരെ പെറുക്കി എടുക്കട്ടെ. നമ്മളങ്ങനെ 3-4 മീനൊക്കെ പെറുക്കി എടുത്തേട്ടാ. നമ്മൾ 2 നേരം അവിടെ അപ്പുറത്തോട്ട് മാറും കേട്ടോ. നമ്മൾ അപ്പുറത്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ അത് കണ്ടത് അതായത് നമ്മൾ നേരെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടാ. നമ്മളിവിടെ വന്ന് പറഞ്ഞാൽ തന്നെ കാസ്റ്റിംഗ് തുടങ്ങിയിട്ടാ. നമ്മളങ്ങനെ കുറേ നേരം എറിഞ്ഞിട്ടാ. കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു കുഞ്ഞൊരു സ്ട്രൈക്ക് കിട്ടി. നമ്മളവനെ ഹുക്കപ്പ് കൊടുത്ത് വലിച്ചു കയറിയട്ടാ. കുഞ്ഞു വരാലായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നടൻ വരാലായിരുന്നു. നമ്മൾ നേരെ വളർത്താൻ എടുക്കട്ടെ മാരെ. നമുക്ക് അവിടെ നിന്ന് പിന്നെ വേറെ സ്ട്രൈക്കൊന്നും കിട്ടാത്തത് നമ്മൾ അപ്പുറത്തെ തോട്ടി പോയിട്ട് വലിയ തോടുണ്ട്. നമ്മൾ അവിടെ പോയി കുറേ നേരം കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് വലിയ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇരുട്ടും വീണ്. അപ്പോൾ തന്നെ നമ്മളെന്നാൽ പോയേക്കാന്ന് വെച്ചോ. നമുക്കൊന്ന് കിട്ടിയേക്കുന്നത് 3 മീനാട്ടോ. 2 മീൻ ചേട്ടാ പിടിച്ച് നമ്മൾ ചെറുതോറണം നമ്മൾ പിടിച്ചാട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.